നമസ്കാരം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി 8 വർഷത്തേക്ക് ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് 4.65 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ജയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും പാലിക്കാതെയാണ് ലോകസഭയിൽ ഇത്തരം കാര്യങ്ങൾ നടപടിയെടുത്തിരിക്കുന്നത് എന്നത് വളരെ വിചിത്രമായി തോന്നാം. BJP എത്രമാത്രം രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ വന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കോടതിയിൽ തന്നെ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നടപടിക്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതിക്കാരനായ മോദി, അവിടെ ഒരു MLA ആയ മോദി, അദ്ദേഹം കൊടുത്ത പരാതി ആദ്യം CJM കോടതി സ്വീകരിക്കുകയും തുടർ നടപടികൾ അദ്ദേഹം തന്നെ സ്റ്റേ ചെയ്യുകയും അദ്ദേഹം തന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയും ആ CJM മാറിയ ശേഷം പുതിയ CJM വന്ന ശേഷം ഉടനടി കേസെടുക്കുകയും ഇത്രയും വിചിത്രമായ രൂപത്തിൽ ഒരു വിധി വരികയും ചെയ്തു. നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ, അതായത് എന്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? നീരവ് മോദി, ലളിത് മോദി തുടങ്ങിയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കൊള്ളയെക്കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ ഇപ്പോൾ രാജ്യം വിട്ട് എവിടെയോ മുങ്ങിയിരിക്കുന്നു. കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടാണ്, ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടാണ് അവർ മുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതേപോലെ വേറെയും മോദിയുണ്ട്, അതായത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ മോദിയുടെ പേര് വരുന്നവരൊക്കെ കള്ളന്മാരായി തീർന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പരിഹാസമാണ് രാഹുൽ ഗാന്ധി 2019 ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിലെ കോലാറിൽ പ്രസംഗിച്ചത്. ഈ പ്രസംഗം കോലാറിൽ പ്രസംഗിച്ചത് കൊണ്ട് തന്നെ കോലാറിലാണ് പരാതി കൊടുക്കേണ്ടത്. അതിലുപരിയായിട്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന MLA കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നരേന്ദ്രമോദിയെ ലക്ഷ്യമാക്കി തന്നെയാണ്. നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ലളിത മോദിയോ അല്ലെങ്കിൽ നീരവ് മോദിയോ ആണ് പരാതി കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയിരിക്കെ ഈ പരാതി തന്നെ നിലനിൽക്കില്ല എന്നുള്ള സന്ദർഭത്തിൽ 2 കൊല്ലത്തെ ശിക്ഷിച്ചു എന്ന് പറയുന്ന വിചിത്രമായ കാര്യമാണ്. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ വിധിയുടെ കാര്യം നമുക്ക് പറയാം. വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരു ഡിഫമേഷൻ കേസിൽ ശിക്ഷ വിധിച്ച ഉടൻ തന്നെ, കുറ്റക്കാരനാണ് ശിക്ഷ വിധിച്ചാൽ തന്നെ 1 മാസത്തേക്ക് ആ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് വെക്കും. ആ 1 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്യും. ബെയിലബിൾ ഒഫൻസ് ആണ്. ഇത് ഏത് സെഷൻസ് അടുത്തത് പോകേണ്ടത് സെഷൻസ് കോടതിയിലാണ്. ഈ സെഷൻസ് കോടതിയിൽ കേസ് കൊടുത്ത് അപ്പീൽ കൊടുത്ത് അവിടെ നിന്ന് എതിരായോ അനുകൂലമായോ വിധി വന്നാൽ തന്നെ പിന്നീട് ഹൈക്കോടതി കൊടുക്കാം. ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി. ഈ സെഷൻസ് കോടതിയിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ വിധി സസ്പെൻഡ് ചെയ്യാണ്. വിധി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ കൊടുത്താൽ തന്നെ, പെറ്റീഷൻ കൊടുത്താൽ തന്നെ അത് അനുവദിക്കും. അത് ഇപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ രാഹുൽ ഗാന്ധിക്ക് ആ പെറ്റീഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം അതിനൊരു ആ കേസ് പഠിച്ചതിന് വിധിയുടെ കോപ്പി കിട്ടി, സർട്ടിഫൈഡ് കോപ്പി കിട്ടി, കൃത്യമായി കൊടുക്കേണ്ട രീതിയുണ്ട്. അതിന് 2-3 ദിവസം എടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമം കഴിഞ്ഞു, അത് സ്റ്റേ ആയി. ആ സ്റ്റേ ആയി കഴിഞ്ഞാൽ തന്നെ ഈ അയോഗ്യതയൊക്കെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ, അദ്ദേഹത്തിന് ഒരു സാമാന്യ നീതി കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് BJP ചെയ്തിട്ടുള്ളത്. ധൃതി പിടിച്ച് ഇത്രയും വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തിരിച്ചടിയായി മാറുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. The question begins few weeks back in Parliament, where I asked the Prime Minister a very specific set of questions. Question number 1, 20,000 crore rupees or $3 billion are in shell companies owned by Mr. Adani. Mr. Adani could not have generated this money. He's an infrastructure business. Where did this money come from? Whose money is it? That was the first question. Whose shell companies are there? These companies are working in the defense field. Why does nobody know whose money this is? There is a Chinese national involved in this. Why is nobody asking the question, who is this Chinese national? That was the first question. Second question was set of questions with proof. What is the Prime Minister's relationship with Mr. Adani? I showed a picture of the Prime Minister and Mr. Adani's plane relaxing. I gave documentation about the defense industry, about the airports,
about statements made in Sri Lanka, about statements made in Bangladesh, pictures of Mr. Narendra Modi sitting with the State Bank chairman in Australia. And I put this proof on the table. Immediately after that, the BJP started its work. രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. ഇതുകൊണ്ടൊന്നും എന്നെ പരാജയപ്പെടാൻ കഴിയില്ല, ഇതുകൊണ്ടൊന്നും പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല, ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്ത്? 20,000 കോടി രൂപയാണ് ആ ഷെൽ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ആരുടെ പണമാണ്? ഇത്രയും കാര്യങ്ങൾ എന്റെ ഡ്യൂട്ടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതിൽ കേട്ട് ഭയപ്പെട്ടിട്ട് മോദി ഇതുപോലെയുള്ള എന്നെ വലയിൽ വീഴ്ത്താനൊക്കെ ശ്രമിച്ചാലും അയോഗ്യനാക്കിയാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പേടിച്ച് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്തിനും തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് ആദ്യം സെഷൻസ് കോടതിയിൽ പോയാൽ സ്റ്റേ വാങ്ങാം, നിമിഷപ്രയാസം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താവും? അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അയോഗ്യത അതോടുകൂടി ഇല്ലാതായി. പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് നരേന്ദ്രമോദി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്? അവിടെയാണ് ക്വസ്റ്റ്യൻ. ഒരു സാമാന്യ നീതി കൊടുക്കേണ്ടതുണ്ട്. ആ സാമാന്യ നീതി പോലും പാലിക്കാതെ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക എന്നുള്ള രീതി ശരിയല്ല. നരേന്ദ്രമോദിയുടെ പേരും പ്രശസ്തിയും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ എതിരാളികളോട് കാണിക്കണ്ട സാമാന്യ നീതി കാണിച്ചിട്ടില്ല എന്ന് എല്ലാ കാലത്തും കിട്ടും. അതോടൊപ്പം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് രക്തസാക്ഷി പരിവേഷം എന്ന് മാത്രമല്ല, താൻ പ്രസംഗിച്ച കാര്യങ്ങളെന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അതിൽ കൃത്യമായി നരേന്ദ്രമോദിക്കുള്ള ആക്രമണം തന്നെയാണ്. ആ ആക്രമണത്തിൽ നരേന്ദ്രമോദി കേസ് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം അത് പ്രസക്തിയുള്ളതാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കും. അതായത് നീരവ് മോദിയും ലളിത മോദിയും പോലെ തട്ടിപ്പുകാരനാണ് നരേന്ദ്രമോദി എന്ന് പ്രസംഗിച്ച കാര്യത്തിൽ ഇന്നേ വരെ നരേന്ദ്രമോദി പ്രതികരിക്കാത്തിടത്തോളം കാലം, നരേന്ദ്രമോദി കേസ് കൊടുക്കാത്തിടത്തോളം കാലം നരേന്ദ്രമോദി കള്ളനാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 3 കടമ്പകളാണുള്ളത്. ഒന്നാമത്തെ കടമ്പ പറഞ്ഞത് സെഷൻസ് കോടതിയാണ്. ഈ കേസിന്റെ എല്ലാ വശങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് കോഷ് ചെയ്തു പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ കേസ് ഇല്ലാതെയാവും. കാരണം ഇതൊന്ന് അധികാര പരിധി കോലാറിലാണ്, രണ്ടാമത്തേത് ഈ കേസിൽ നിൽക്കില്ല. കാരണം നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു കാര്യത്തിന് ഈ മോദി എന്തിനാണ് എന്നെ ബാധിച്ചു എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയാതിരുന്നത്. അദ്ദേഹം മുമ്പ് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മുമ്പ് റാഫേൽ ഇടപാടുമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ, കോടതിയിലെ കേസ് വന്നപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ സുപ്രീം കോടതിയിൽ? അപ്പൊ മാപ്പ് പറയാൻ അറിയാത്തൊരാളല്ല രാഹുൽ ഗാന്ധി. പക്ഷെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കോടതി നടപടികളെല്ലാം നോക്കുമ്പോൾ അവിടെ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. അതായത് ആദ്യം ആ പെറ്റീഷണർ തന്നെ എവിടെ പോണു? ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നു. സ്റ്റേ വാങ്ങി പുതിയ CJI വന്നപ്പോൾ ഉടനെ എടുപ്പിക്കുന്നു. ഈ കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം 2 വർഷം ഒരിക്കലും ഒരു ശിക്ഷ ഈ ഡിഫമേഷൻ കേസിലൊന്നും ആരും കൊടുക്കാറില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവല്ലേ എന്ന്. അദ്ദേഹം അത്തരം ആളുകൾ ഫുൾ ശിക്ഷ കൊടുക്കണമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ദുർബലമായ ഒരു കാര്യം. ആ ദുർബലമായ കാര്യത്തിന് 2 കൊല്ലം ശിക്ഷ കൊടുക്കാവുന്ന ഒരു കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഈ മോദിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പരാതി കൊടുത്ത മോദിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല, നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം സന്ദർഭത്തിൽ ഇപ്പോൾ രക്തസാക്ഷി പരിവേഷം കിട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായി തീർന്നിരിക്കുന്നു. വെളുക്കാൻ വെച്ചത് പാണ്ടായി പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മുമ്പുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയെക്കാളും എത്രയോ 10 മടങ്ങ് ശക്തനായ രാഹുൽ ഗാന്ധിയാണെന്ന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇനി ഒരു 3 ഘട്ടം കൂടി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഒരു നല്ല വിധി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വീണ്ടും തിളങ്ങും. ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായ ശക്തി എടുത്ത് അദ്ദേഹത്തിനെതിരെ ആയുധം പ്രയോഗിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൂളായി അതിനെ തിരിച്ചടിക്കുകയാണ്. കൂടുതൽ ശക്തനായിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അതെന്തായാലും നരേന്ദ്രമോദി ഗവൺമെന്റ് ഭീഷണി തന്നെയാണ്. അതായത് അദാനിയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നരേന്ദ്രമോദിയെയും BJPയെയും തന്നെയാണ്. BJP ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത് ഈ വിധി
ഉടനെ നടപ്പിലാക്കാൻ പോയി എന്നുള്ളത് തന്നെയാണ്. പകരം അദ്ദേഹം സെഷൻസ് കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി കിട്ടിയില്ലെങ്കിൽ അപ്പൊ നോക്കാമായിരുന്നു. സ്വാഭാവികമായിട്ടും സെഷൻസ് കോടതി സ്റ്റേ കൊടുത്തേ പറ്റൂ. ഇങ്ങനെയുള്ള കേസുകളിൽ അപ്പോൾ സ്റ്റേ കൊടുക്കണമെന്നാണ് നിയമം എതിരിക്കെ അവിടെ വേറൊരു കാര്യം നടക്കാൻ സാധ്യതയില്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്റ്റേ കിട്ടും, അതോടൊപ്പം തന്നെ കേസ് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരും BJPക്ക്. അത് അധിക നാൾ ഇല്ലാതെ തന്നെ ചിലപ്പോൾ നടന്നു വരും. സ്വാഭാവികമായിട്ടും സെഷൻസ് കോടതിയിലെ കേസുകളെല്ലാം 2-3 വർഷങ്ങളൊക്കെ നിൽക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു ധീരനായ പോരാളിയുടെ പരിവേഷമാണ് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ചത്. All right, let's cut across to New Delhi, where India's opposition leader Rahul Gandhi is addressing a press conference after being disqualified from Parliament. जो मीडिया रिपोर्ट से मैंने निकाला, अदानी जी और नरेंद्र मोदी जी के रिश्ते के बारे में डिटेल में बोला. रिश्ता नया नहीं है, रिश्ता पुराना है. जब नरेंद्र मोदी जी गुजरात के CM बने थे तब से रिश्ता है, और उसके बहुत सारे पब्लिक प्रूफ्स हैं. हवाई जहाज में मैंने फोटो दिखाई, नरेंद्र मोदी जी बड़े कंफर्ट में बैठे हुए थे अपने दोस्त, अपने मित्र के साथ. पार्लियामेंट में मैंने दिखाई. यह सवाल मैंने पूछा. फिर मेरी स्पीच को एक्सपंज किया गया. मैंने स्पीकर को डिटेल चिट्ठी लिखी, पॉइंट बाय पॉइंट, कि मैंने कहा कि एयरपोर्ट्स अदानी जी को रूल बदल के दिए गए हैं. ये लीजिए रूल की कॉपी जिसको बदला गया है. चिट्ठी लिखी, कोई फर्क नहीं पड़ा. फिर मेरे बारे में मंत्रियों ने पार्लियामेंट में झूठ बोला कि मैंने विदेशी ताकतों से मदद मांगी. मैंने ऐसी कोई बात नहीं की है. मैंने कहा स्पीकर से, मैंने जाके कहा स्पीकर सर, पार्लियामेंट का नियम है कि अगर किसी मेंबर पर कोई एक्यूजेशन लगाता है तो उस मेंबर को जवाब देने का हक होता है. मैंने एक चिट्ठी लिखी, उस चिट्ठी का जवाब नहीं आया. दूसरी चिट्ठी लिखी, उस चिट्ठी का जवाब नहीं आया. फिर मैं स्पीकर के चेंबर में गया. मैंने स्पीकर सर से कहा, स्पीकर सर ये कानून है, ये रूल है, इन्होंने झूठा आरोप लगाया है, मुझे आप बोलने क्यों नहीं दे रहे हैं? स्पीकर सर मुस्कुराते हैं, कहते मैं नहीं कर सकता. और फिर उसके बाद आपने सबने देखा क्या हुआ. सवाल पूछना मैं बंद नहीं करूंगा. नरेंद्र मोदी जी का अदानी के साथ क्या रिश्ता है और 20,000 करोड़ रुपए किसके हैं, मैं पूछता जाऊंगा. मुझे कोई डर नहीं लगता इन लोगों से. और अगर ये सोचें कि मुझे डिस्क्वालीफाई करके, धमका के, जेल में डाल के मुझे बंद कर सकते, नहीं, मेरी वो हिस्ट्री नहीं है. मैं हिंदुस्तान के लोकतंत्र के लिए लड़ रहा हूं और मैं हिंदुस्तान के लोकतंत्र के लिए लड़ता रहूंगा. किसी चीज से नहीं डरता हूं. यह सच्चाई है. अब आप सवाल पूछिए. एक एक करके प्लीज. हम I'll say it in English also. Sorry. I'll say it in English also.